ഇന്നിപ്പോ എടുക്കേണ്ടതേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ആഡ് ഉണ്ട്. ഷോപ്പിംഗ് കണ്ടോ? ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിയാം. ഗൂഗിളിന്റെ മർച്ചന്റ് സെന്റർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൊരു അക്കൗണ്ട് വേണം. മർച്ചന്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ മർച്ചന്റ് സെന്റർ എന്ന് അതിന് പറയാട്ടോ. ഇതാണ് ഗൂഗിൾ മർച്ചന്റ് സെന്റർ. ഇതിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണം. അതായത് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇന്ന് ഗൂഗിളിൽ പല പ്രൊഡക്റ്റ് അടിക്കുമ്പോൾ ഇതുപോലെ പ്രൊഡക്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഗൂഗിൾ മാപ്പിൽ കാണും, സെർച്ചിൽ കാണും, അങ്ങനെ കാണല്ലേ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്പീക്കർ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കണ്ടോ സ്പീക്കേഴ്സ് കാണിക്കേണ്ടത്. ഇത് സ്പോൺസേർഡ് ആണ്. ഇവിടെ കണ്ടോ ഈ രൂപത്തിൽ സ്പോൺസേർഡ് ആഡ് പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് ചെയ്യണമെങ്കിൽ മർച്ചന്റ് അക്കൗണ്ട് വേണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ എന്ത് ചെയ്യും, ഇതുപോലെ പ്രൊഡക്റ്റുകൾ കാണിക്കും. ഇപ്പം മൈക്ക്, മൈക്സ്, ഫ്രെയിം, ഈ ഇത് കണ്ടോ. ഇത് ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ നെയിം, അതിന്റെ ടൈറ്റിൽ, അതിന്റെ പ്രൈസ്, അത് ക്ലിക്ക് ചെയ്താൽ അത് ഏത് വെബ്സൈറ്റ് ആണ് അവർ ചെയ്തെങ്കിൽ ആ വെബ്സൈറ്റിൽ കണ്ടോ. ഇത് കണ്ടോ, അതൊക്കെ ഇതോടെ സ്പോൺസേർഡ് ആഡാണ്. ഉണ്ടാവും ഇതേ രൂപത്തിൽ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ സ്പോൺസേർഡ് ആഡ് ചെയ്യാനാണ് ഈ മർച്ചന്റ് സെന്റർ അല്ലെങ്കിൽ ഷോപ്പിംഗ് ആഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇതേ സാധനം ഇവിടെ കാണാൻ പറ്റും, പോപ്പുലർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ സ്പോൺസേർഡ് എന്ന് കാണില്ല, ഇല്ലല്ലോ. ഇതേ രൂപത്തിൽ നിങ്ങളുടെ ഗൂഗിൾ സെർച്ചില്, ഗൂഗിൾ മാപ്പില്, ഗൂഗിൾ ഡിസ്പ്ലേയിൽ എല്ലായിടത്തും നിങ്ങളെ പ്രൊഡക്റ്റ് ഓർഗാനിക് ആയിട്ടും വരും, പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത സ്പോൺസേർഡ് ആയിട്ടും വരും. ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടോ, പ്രൊഡക്റ്റ് ബിസിനസ് ആണോ, നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം. അങ്ങനെ ക്യാമ്പയിൻ ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഗൂഗിൾ സെർച്ചിൽ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഇ കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വരില്ല. അതിനെന്ത് വേണം, മർച്ചന്റ് സെന്റർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഗൂഗിളിന്റെ മർച്ചന്റ് സെന്റർ. ഇതാണ് മർച്ചന്റ് സെന്റർ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, ഇതിൽ ലിസ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഈ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് നമുക്കൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് വേണം. ഇത് ഡ്രൈവ് സെയിൽ ഡ്രൈവ് സെയിൽ ആൻഡ് റീച്ച് മോർ കസ്റ്റമേഴ്സ് ഓൺ ഗൂഗിൾ ഇമേജ്, ഗൂഗിൾ സെർച്ച്, യൂട്യൂബ്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ്, അതുപോലെ ഗൂഗിൾ ഡിസ്കവറി തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യും, ഗൂഗിൾ ഷോപ്പിംഗ്, ഇതിലൊക്കെ ഈ പ്രൊഡക്റ്റ് കാണിക്കും. കിട്ടിയോ? സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നിർബന്ധമായിട്ടും നമുക്കിതിന് ഒരു വെബ്സൈറ്റ് വേണമെന്നുള്ള കേട്ടോ. വെബ്സൈറ്റ് ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇ കൊമേഴ്സ് വെബ്സൈറ്റും വേണം. അപ്പൊ ഇത് ഓൾറെഡി ഞാനൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ലിങ്ക് ആവാത്ത. ഇനി മറ്റൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നന്നാവും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഇവിടെ കോൺഫിഗർ ചെയ്ത ബിസിനസ് അഡ്രസ്സും കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിൽ ഇങ്ങനെ വരും, ഇവിടെ കോൺഫിഗർ എന്ന് കൊടുത്താൽ നിങ്ങൾ ബിസിനസിന്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൊടുക്കുക. രണ്ടാമത്തെ ഓൺലൈൻ കസ്റ്റമർ സ്റ്റോർ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വെബ്സൈറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വെബ്സൈറ്റ് കൊടുക്കുക. ഈ വെബ്സൈറ്റ് ഇ കൊമേഴ്സ് ആവണം. അപ്പൊ ഇന്റത് ഇ കൊമേഴ്സ് അല്ല, അതുകൊണ്ടാണ് വെരിഫൈ ആവാത്തത്. വെരിഫിക്കേഷൻ നമുക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് വെബ്സൈറ്റ് കൊടുക്കാം. വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ചോദിക്കും, നമ്മുടെ ഇ കൊമേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഗെറ്റ് കോഡ് ടു സെൻഡ് യുവർ ബിസിനസ് ഇമെയിൽ വഴി നമുക്ക് ഒരു കോഡ് സെൻഡ് ചെയ്യുക. ആ കോഡ് നമ്മൾ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇട്ട പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ അത് വെരിഫൈ ആവാനും പറ്റും. അപ്പൊ വെബ്സൈറ്റ് ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെരിഫൈ ആക്കാം. രണ്ടാമത് യൂസ് യുവർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. നമ്മൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ഒന്നുകിൽ വൂകൊമേഴ്സ്, ഷോപ്പിഫൈ, വിക്സ് പോലത്തെ ഇതിന്റെ ഇടനിലക്കാരായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇവര് ത്രൂ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കണക്ട് ചെയ്താൽ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വൂകൊമേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിഫൈ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. ഇതിലൂടെയാണ് ഈ പേയ്മെന്റ് ട്രാൻസാക്ഷനും പേയ്മെന്റ് ഗേറ്റ് വെച്ച് പേയ്മെന്റ് ട്രാൻസാക്ഷൻ അത് ട്രാക്ക് ചെയ്യുക, ഡെലിവറി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇടനിലക്കാരായ വെബ്സൈറ്റ് ആണ് അവർ. അവരിതിൽ നമ്മൾ അക്കൗണ്ട് കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളെ വെബ്സൈറ്റിൽ ഇവരെ പ്ലഗിൻ ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ കോഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അതുവഴിയാണ് നമ്മൾ വെബ്സൈറ്റ് എങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചിട്ട് ഷോപ്പിഫൈ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കോഡ് കിട്ടും.
ഷോപ്പിഫൈ ഒക്കെ ആണെങ്കിൽ അതിന്റെ കോഡ് കിട്ടും. ആ കോഡ് നമ്മളെ വെബ്സൈറ്റ് കൊണ്ട് കണക്ട് ചെയ്യാം. അതുപോലെ ബിഗ് കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാറ്റഗറി ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുക്കാനുള്ള കോഡ് ഇതാ, മെറ്റാനെയിം ഗൂഗിൾ സൈറ്റ് വെരിഫിക്കേഷൻ. ഈ കോഡ് നമ്മൾ അഡ്രസ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ആവും നമ്മുടെ വെബ്സൈറ്റ്. വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഇടും, വെരിഫൈഡ് നമ്മൾ കാണിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അപ്പൊ നമ്മൾ എൻ്റെ അടുത്ത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഇത് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത് കാണിക്കാത്തത്. ഞാൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വേറെ നമ്മുടെ കൈൻസിൽ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ള ഓപ്ഷനാണ്. ഷോപ്പിംഗ് ആഡ്സ്, ഇതിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് പല രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുക, അനദർ പ്രൊഡക്റ്റ് ചോയ്സ്, ആഡ് ന്യൂ പ്രൊഡക്റ്റ് ഓൺ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവൽ ആയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് മറ്റുള്ള വെബ്സൈറ്റിൽ നിന്നോ ഏതിനെങ്കിലും ഒരുമിച്ച് എന്ത് ചെയ്യുക, എടുക്കാം. അപ്പൊ എന്താണെങ്കിലും ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്, ഓൺലൈനിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നിർബന്ധമായിട്ടും മർച്ചന്റ് അക്കൗണ്ട് അവർക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഇത് ഒട്ടുമിക്ക നമ്മുടെ ക്ലയൻസിനൊന്നും ഇത് അറിയില്ല. അപ്പൊ ഇത് നിർബന്ധമായിട്ടും അവർക്ക് എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് ക്ലയന്റിന് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് പ്രൊഡക്റ്റ് ഫ്രം ഫയല്. നമുക്ക് നമുക്ക് എക്സൽ ഷീറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് ആയിട്ട്. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫ്രം ഫയൽ, ഒരു ഫയലായിട്ട് അതിലെന്ത് ചെയ്യാം, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ആ ഒരു മെത്തേഡിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓരോ ഡീറ്റെയിൽസ് വെക്കാം. എൻ്റെ ലിങ്ക് ഈ ഒരു ഫയൽ, നമ്മൾ ഓരോ പ്രൊഡക്റ്റിന് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി അടിക്കുക. എന്നിട്ട് ആ ലിങ്കിന്റെ ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ അത് നമ്മളതായ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഒരു പ്രശ്നം. നമ്മൾ ക്ലയന്റ് ആണ്, ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തു, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് 24 hours എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യുക, അപ്ലോഡ് ഫയൽ ഫ്രം യുവർ കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രൊഡക്റ്റ് ആഡ് ചെയ്യട്ടോ. അങ്ങനെ ലിങ്ക് കൊടുത്തിട്ട് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ വെബ്സൈറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുമിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ആവും. അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ പ്രോസസ്സിങ്ങിലാണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കുന്ന വിഷയം എന്ന് വെച്ചാല്, നമ്മൾ കൊടുക്കുന്ന ആ ഡാറ്റ ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ നെയിം, കാര്യങ്ങള്, ഈ നെയിം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും ആഡ് ഓൺ ചെയ്ത് ടൈറ്റിലും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ പ്രൊഡക്റ്റ് ആഡ് ചെയ്തത്, ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് അതേ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. ഞാൻ നേരത്തെ ഫ്രെയിം കാണിച്ചിരുന്നില്ല, ഇപ്പോ ആർട്ട് ഫ്രെയിം കൊടുത്ത പോലെ. ഇപ്പോ ഇവിടെ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഉണ്ടോ, ഇത് ഇവർ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് അതിന്റെ നെയിം, പ്രൈസ്, അതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക്, അതായത് കമ്പനി ഡീറ്റെയിൽസ്. ഇപ്പൊ ഈ ഒരു ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇവിടെ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിലൊക്കെ കാണിക്കുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആവണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കത് വെരിഫൈ ആവില്ല. ഇതിപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമെയിൽ, ആ വെബ്സൈറ്റ് കോഡ് ഇടണം. ആ വെബ്സൈറ്റിൽ ഒരു കോഡ് ഇടണം. നേരത്തെ കോഡ് ഒന്നുമില്ല. ബിസിനസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും, ബിസിനസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിക്കും, വെബ്സൈറ്റ് വേണം. ഇനി അതല്ല ആമസോണിലൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് എങ്കിൽ അതും പറ്റും, ആമസോണിന്റെ ലിങ്ക് കൊടുത്താൽ മതി. നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റിന്റെ ലിങ്കും അത് നമുക്ക് എക്സൽ ഷീറ്റ് ആയിട്ടോ ബൾക്ക് ആയിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് വെരിഫൈ ചെയ്യും ചെയ്യാം. ഇത് എന്റെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ അതിന് കയറി വന്നതാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യില്ല, ഇതൊരു പ്രൊഡക്റ്റ് ആയിക്കാണ്ട് വെച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യില്ല, അത് അപ്രൂവ് ആയിട്ട്, കാരണം അത് ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ലേ, ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ പ്രൊഡക്റ്റ് ഐ ഡി, പ്രൈസ്, കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യും. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇതിൽ കറക്റ്റ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതുപോലെ ഷോപ്പിംഗ് ഇവിടെ ഉണ്ടാവും, ഷിപ്പിംഗ് ആൻഡ് റിട്ടേണിങ്, അതിന്റെ പോളിസി കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും.
ഉം. എത്ര ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യും, അത് എന്താ ഏത് സമയം വരെയാണ് അതിന്റെ ഡേറ്റ്, ഇത് 9 ദിവസം കൊണ്ട് ഫ്രീ ഡെലിവറി ആണ്, അല്ലെങ്കിൽ പെയ്ഡ് സർവീസ് ആണ് ഷിപ്പിംഗ് എങ്കിൽ അത് കൊടുക്കുക. അങ്ങനത്തെ പിന്നെ ബിസിനസ് ഇൻഫർമേഷൻ. ഇത്രയും ഇൻഫർമേഷൻസ് കൂടെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അതായത് ഇവിടെ കാണിക്കുന്ന ഈ ഇൻഫർമേഷൻസ് ഉണ്ട്, ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഈ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുത്തതാണ്. ഇവിടെ ഡെലിവറി ഫ്രീ ആണ്, അവിടെ നമുക്ക് കൊടുക്കാണ്ടാവും. അതിന്റെ പ്രൈസ് ഇവിടെ കൊടുക്കാണ്ടാവും, ബേസ് പ്രൈസ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ. ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെ പ്രൊഡക്റ്റിന്റെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് വേറെയും മാർഗമുണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലിങ്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ലിങ്ക് ചെയ്യുക. അതുപോലെ ഗൂഗിൾ ആഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ ഗൂഗിൾ ആഡ്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഇതിനായിട്ട് ലിങ്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത പ്ലാറ്റ്ഫോമിൽ ഇതിനായിട്ട് ലിങ്ക് ചെയ്യാനും പറ്റും. ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ചെയ്താൽ നേരെ ഗൂഗിൾ ആഡ്സിന്റെ ആ ക്യാമ്പയിനൊക്കെ പോവാം. പിന്നെ ഷോപ്പിംഗ് ആഡ് അവിടെ ചെയ്താലും അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനും അതിന്റെ സ്റ്റാറ്റസ് അറിയാനൊക്കെ അവിടെ പറ്റും. ഉം. ഇവിടെ കൂടുതൽ ഫംഗ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, വെബ്സൈറ്റ് ലിങ്ക് ചെയ്തേക്കുക, ഗൂഗിൾ മൈ ബിസിനസ് ലിങ്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓവർവ്യൂല് നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും കാണാനും ഇതൊക്കെ ചെയ്യാനും പറ്റും. ഇത്രയും ലിങ്ക് ബിസിനസ് മാനേജർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇതേ ഈ ഇമെയിൽ ഐ ഡി, ഇത് ഏത് ഇമെയിൽ ഐ ഡി ആണ്, ആ ഇമെയിൽ ഐ ഡി കൊടുത്ത് ഗൂഗിൾ മൈ ബിസിനസ് കൂടെ കാണിക്കും. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ടിക്കറ്റ് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ അത് ലിങ്ക് ആവാം. അപ്പൊ ഈ രീതിയിൽ നമ്മളെ ഗൂഗിൾ മൈ ബിസിനസ്, നമ്മളെ ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വെബ്സൈറ്റ്, ഇതൊക്കെ ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് വെക്കുക. നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. അതിന്റെ ഷിപ്പിങ്ങും റിട്ടേണിങ് പോളിസി കാര്യങ്ങൾ, അതിന്റെ ഡേറ്റ്, പ്രൈസ്, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് ഇത് സെറ്റപ്പ് ആക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി ഇതിൽ കൊടുത്ത കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ സെർച്ചിൽ ഈ സാധനം കയറി വരും, ഇതുപോലെ കയറി വരും. ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ ഈ ലിസ്റ്റിൽ കയറി വരും. ഓക്കെ, അപ്പൊ ഇത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇതിൽ കൊടുക്കുന്ന കണ്ടന്റ് ഡീറ്റെയിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് ആക്കി കൊടുക്കുക എന്നുള്ള. നമുക്കൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്, അതിന് വെറൈറ്റി പേരൊക്കെ ആണെങ്കിൽ ആ വെറൈറ്റി പേരൊന്നും ഒരു മനുഷ്യൻ അടിക്കില്ല. അപ്പൊ ആൾക്കാർ അടിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇവരുതീമ ഉണ്ടാവും, ഇവരെ ശരിക്കുള്ള പേരെന്താണ്, നെസ്റ്റാസിയ വിന്റേജ് എന്നുള്ളതാണ്. പക്ഷെ പിക്ചർ ഫ്രെയിം ഇവിടെ എന്ത് ചെയ്തു, ഒരു കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ ഫ്രെയിം എന്ന് കൊടുത്തുകൊണ്ടും ഒരു കാറ്റഗറിയില് എന്താ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഫോട്ടോ ഫ്രെയിം ഉണ്ടാവും. നമ്മൾ സെർച്ച് ചെയ്തത് ആർട്ട് ഫ്രെയിം ആണ്. അപ്പൊ വിന്റേജ് ടേബിള്, ഫോട്ടോ ഫ്രെയിം, അപ്പൊ ടേബിൾ ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇവിടെ ഇതിന് ആൻസർ വന്നു. ഇതേ രൂപത്തില് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷന്. ഇതിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ കീവേഡ്സ് അല്ലെങ്കിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏത് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ. ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ഈ മർച്ചന്റ് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷോപ്പിംഗ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഷോപ്പിംഗ് ആഡ് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഈ ഷോപ്പിംഗ് ആഡിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കാരണം പ്രൊഡക്റ്റ് ആഡ് സെറ്റിന്റെ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ഈ സാധനം കയറും. അപ്പൊ നമുക്ക് ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ കണ്ടന്റ് ഒന്നും നമ്മൾ കൊടുക്കണ്ട, ബാക്കിയുള്ളത് മാത്രം സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ടു ദിസ് ക്യാമ്പയിൻ എന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മുടെ മർച്ചന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കുക, ലിങ്ക് ചെയ്യാം. അപ്പൊ ഓൾറെഡി ഇപ്പൊ എന്റെ ഡിഫാൾട്ട് ആയിട്ട് ഒരു അക്കൗണ്ട് ലിങ്ക് ആണ്, അത് ഞാൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി ഞാൻ ഒന്ന് ലിങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങളെ മർച്ചന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഇതിനായിട്ട് ലിങ്ക് ചെയ്യുക, അത് ലിങ്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ കാണിക്കും മർച്ചന്റ് അക്കൗണ്ട്. ഇതിന്റെ വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. കാരണം അത് ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് വെരിഫൈ ചെയ്ത് സെറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിലൂടെ എത്ര പ്രൊഡക്റ്റ് സെൽ, കാരണം ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചാലേ ഞാനേ, ഇതിൽ നിന്ന് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയില് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അറിയുള്ളൂ. സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത പോലെ വെബ്സൈറ്റ് പോയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ ആവുള്ളൂ. കണ്ടോ, അപ്പോഴാ ഓരോ വെബ്സൈറ്റ് പോകും. ഇതേ രൂപത്തിൽ നമ്മുടെ വെബ്സൈറ്റിക്ക് ഇങ്ങനെ വരും. ഇപ്പൊ ഇങ്ങനെ ഗൂഗിൾ കാണിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങൾ വിശ്വസ്തത ഉണ്ടാവും. അത് സെയിൽ ചെയ്യാനും ആൾക്കാർ എടുക്കാനും സുഖമായിരിക്കും. ഈ ഒരു ഇമേജിനാണോ 800 രൂപ മുതൽ 2000 സംതിങ് വരെ പ്രൈസ് ഉള്ളത്. നല്ല പ്രൈസ് ആയിക്കൊണ്ട് ആൾക്കാർ വാങ്ങിക്കും. ഈ രീതിയിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മർച്ചന്റ് അക്കൗണ്ട് കൊടുക്കുക.
പിന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് വിധം ക്യാമ്പയിനാണ്. ഒന്ന് പെർഫോമൻസ് മാക്സ്. പെർഫോമൻസ് മാക്സ് നമുക്കറിയാം എല്ലാ ക്യാമ്പയിനും ഡിസ്പ്ലേ, സെർച്ച്, ട്രാഫിക്, ആപ്പ്, യൂട്യൂബ് എല്ലാ വീഡിയോ ക്യാമ്പയിൻസ് കൂടി മിക്സ് ചെയ്ത ക്യാമ്പയിനാണ് പെർഫോമൻസ് മാക്സ്. ഈ പ്രൊഡക്റ്റ് വെച്ച് പെർഫോമൻസ് ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും വരും. മൊബൈൽ ആപ്ലിക്കേഷൻ, ഡിസ്കവറിയിൽ എല്ലായിടത്തും നമ്മൾ പ്രൊഡക്റ്റ് വരും. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഷോപ്പിംഗ് ക്യാമ്പയിന്. പെർഫോമൻസ് മാക്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നമ്മൾ ആഡ് കാണിക്കും. സ്റ്റാൻഡേർഡ് ഷോപ്പിംഗിൽ ഈ ഗൂഗിളിന്റെ ഈ സെർച്ചിൽ പ്രൊഡക്റ്റ് ഷോപ്പിംഗ് ക്യാമ്പയിന് മാത്രമേ കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അത് കൊടുത്തു, സ്റ്റാൻഡേർഡ് ക്യാമ്പയിൻ കൊടുത്തു, ദെൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, വെബ്സൈറ്റ് നിർബന്ധമാണ്. ആ വെബ്സൈറ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ഇവിടെ ക്യാമ്പയിന്റെ നെയിം, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ക്യാമ്പയിൻ നെയിം നമ്മള് ഷോപ്പിംഗ് ക്യാമ്പയിന്, ഷോപ്പിംഗ് ആഡ്, ഷോപ്പിംഗ് ആഡ്. അത് ഏത് കാറ്റഗറി പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കട്ടോ. ഷോപ്പിംഗ് ആഡ് ഏതാണ് നമ്മൾ കാറ്റഗറിയെങ്കിൽ അത് കൊടുക്കുക. ഞാൻ വേറെ ഷോപ്പിംഗ് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അക്കൗണ്ട് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ മർച്ചന്റ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് 2-3 കമ്പനി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പം ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു കമ്പനി വർക്ക് ചെയ്തപ്പോൾ അക്കൗണ്ട് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടോ, ഗൂഗിൾ ആഡ്സിനായിട്ട് ലിങ്ക് ചെയ്യുക. അവിടെ കണക്ട് ചെയ്ത് കണക്റ്റഡ് എന്ന് കാണിക്കും. അതുപോലെ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യുക. ഇവിടെ സ്റ്റോർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിലവിലുള്ള ഗൂഗിൾ മൈ ബിസിനസ് ആണ് അതിനായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പീപ്പിൾ ആക്സസ്, മറ്റുള്ളവർക്ക് ഈ ആക്സസ് കൊടുക്കാനുള്ളതാണ്. ഇവിടെ പേപ്പാൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ. പേപ്പാൽ കൊടുക്കണം എന്തിനറിയോ, നമ്മൾ വിദേശത്ത് ഇപ്പൊ ഇന്ത്യന്റെ പുറത്തൊക്കെ ആണെങ്കിലേ ഈ പേപ്പാൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ത്രൂ ആണ് എന്ത് ചെയ്യുക, അതർ കൺട്രിക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ട് കാണിക്കും. പുറത്തുനിന്നൊക്കെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നമ്മളത് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും വിദേശത്തു നിന്നൊക്കെ. അപ്പൊ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മറ്റേ ഞാൻ സെപ്പറേറ്റ് വേറെ കാണിച്ചാൽ, വേറെ ക്രോമിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, ക്ലയന്റിന്റെ ക്രോം ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ ജസ്റ്റ് ക്യാമ്പയിന് നെയിം കൊടുത്തു. ഓക്കെ, ദെൻ ക്യാമ്പയിന് നെയിം കൊടുത്തു. ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻവെന്ററി ഫിൽറ്റർ ഉണ്ട്. നോ ഫിൽറ്റർ അഡ്വർടൈസ് ടു ആൾ പ്രൊഡക്റ്റ് ദ കൺട്രി ഓഫ് സെയിൽ. നമ്മൾ ആ മർച്ചന്റ് സെന്ററിലത്തെ എല്ലാ പ്രൊഡക്റ്റും എന്ത് ചെയ്യും, ക്യാമ്പയിന് കൊടുക്കും. 10 10 എന്ത് ചെയ്യും, ആഡ് കൊടുക്കും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഏതെങ്കിലും any പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് കൊടുക്കുക. ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ്, ഏത് കാറ്റഗറിയാണ്, ഒന്നുകിൽ ഐറ്റം ഐ ഡി അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, അല്ലെങ്കിൽ കാറ്റഗറി, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ടൈപ്പ്, ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. പല കാറ്റഗറീസ് നമുക്ക് ഏതാണ് പ്രൊഡക്റ്റ് എങ്കിൽ ആ കാറ്റഗറി വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്യാതെ മൊത്തത്തിൽ അത് ആഡ്സ് കൊടുക്കും. ഓക്കെ, രണ്ടാമത് ലോക്കൽ പ്രൊഡക്റ്റ്, ടേൺ ഓൺ ആഡ്സ് ഓൺ പ്രൊഡക്റ്റ് സോൾഡ് ഇൻ ലോക്കൽ സ്റ്റോർ. ലോക്കൽ സ്റ്റോർ ആണ് ഗൂഗിൾ മൈ ബിസിനസ് ഇല്ലേ, നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ആഡ്സ് എന്ത് ചെയ്യും, റൺ ആവുന്നതാണ്. അതിലൂടെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കുക, അതിന് ക്ലിക്ക് ചെയ്താൽ ഈ മർച്ചന്റ് സെന്ററിലാണ് വരിക നേരിട്ട്. പിന്നെ അടുത്തത് ക്യാമ്പയിൻ URL. ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാനാണ്. ട്രാക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടാഗ് മാനേജർ കണക്ട് ചെയ്തിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓരോ ക്യാമ്പയിനും ട്രാക്ക് ചെയ്യാം. അപ്പൊ ആ ക്യാമ്പയിനിൽ എത്ര ക്ലിക്കും കാര്യങ്ങളൊക്കെ വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് അത് ഉപയോഗം. പിന്നെ അടുത്തത് മറ്റൊന്ന് വരുന്നത് ബിഡിങ്.
ബിഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 വിധം ബിഡിങ് ഉണ്ട്. ഒന്ന് ടാർഗറ്റ് ROAS, റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ് ആണ് ROAS പറഞ്ഞത്, റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ്. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് എന്താ ബിഡ് ഇപ്പോൾ ക്ലിക്കിന് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിന്റെ പോലെ അല്ല, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യുന്ന സെക്ഷനൊക്കെ പോവാം. ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റിൽ തന്നെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പൊ പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ വരുന്നുള്ളൂ. മറ്റേതിന്റെ പോലെ വെബ്സൈറ്റ് കയറിയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യുക. അതല്ലെങ്കിൽ മാക്സിമം ക്ലിക്ക് എന്ന് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് മാക്സിമം ക്ലിക്ക് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, ഗോൾ കൊടുക്കുന്നത്. അതിന് നമുക്ക് ഇത്ര എമൗണ്ട് കൊടുക്കണം നിർബന്ധമില്ല. സെറ്റ് മാക്സിമം കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യും, ഒരു ക്ലിക്കിന് 10 രൂപ വരെ പോകും. അതിന്റെ താഴെയായിട്ടേ പോകുള്ളൂ ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനി അതല്ല, നമുക്ക് അതിന്റെ ഒരു ക്ലിക്കിന് അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഇവിടെ മാനുവൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബിഡ് എമൗണ്ട് കൊടുക്കാം. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ ഒരു ക്ലിക്കിന് പോകുള്ളൂ. അതല്ലെങ്കിൽ ടാർഗറ്റ് ROAS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എത്ര ശതമാനം നമുക്ക് എന്ത് വേണം, ഒരു 10% എനിക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ്. ഞാൻ ആഡ് സ്പെൻഡ് ചെയ്യുന്ന 10% എനിക്ക് എന്ത് ചെയ്യണം, ബിഡ് ചെയ്യണം. അത് സെയിൽ നടക്കണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും എന്ത് ചെയ്യണം, ഇത് മൂന്നിനെ കുറിച്ച് ധാരണ വേണം. നോർമലി മാക്സിമം ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാവും ഏറ്റവും നമുക്ക് മറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. മാക്സിമം ക്ലിക്ക്, മാക്സിമൈസ് ക്ലിക്ക് കൊടുക്കാം. ഇതാണ് ബഡ്ജറ്റ്. നമുക്ക് ബഡ്ജറ്റ് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നാണ്. പിന്നെ ജസ്റ്റ് 500 രൂപ കൊടുത്തു. അടുത്തത് പിന്നെ ക്യാമ്പയിൻ പ്രയോറിറ്റി. ഇവിടെ നമുക്ക് ലോ പ്രയോറിറ്റിയിൽ മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. അപ്പൊ ലോ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് യു ഓൺലി വൺ ഷോപ്പിംഗ് ക്യാമ്പയിൻ. അതായത് ജസ്റ്റ് ഷോപ്പിംഗ് ക്യാമ്പയിൻ ആണ് ഇപ്പം കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് മാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മീഡിയ ഹൈ കൊടുക്കാം. ഇവിടെ നമുക്ക് ലോ ക്യാമ്പയിൻ പ്രയോറിറ്റി ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി കൂടെ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഷോ ചെയ്യുന്നതാണ്. നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. അടുത്തത് ടാർഗറ്റ് നെറ്റ്വർക്ക്. നമ്മൾ സെർച്ചും നെറ്റ്വർക്കും, സെർച്ച് നെറ്റ്വർക്ക് പ്ലേസും ഉണ്ട്, അതുപോലെ സെർച്ചും ഉണ്ട്. അപ്പൊ ഇതിലൂടെ കാണിക്കണമെന്നാണ്. അപ്പൊ ഇതിൽ ഡിസ്പ്ലേ ആയിക്കാണ് ഇമേജ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിവൈസ്, ഡിഫാൾട്ട് ആയിട്ട് എല്ലാ ഡിവൈസിനും എന്ത് ചെയ്യും, എലിജിബിൾ ആയ എല്ലാ ഡിവൈസിനും ആഡ് കാണിക്കുന്നതാണ്. പിന്നെ ലൊക്കേഷന് നമുക്ക് എവിടെയാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണ കൊടുക്കണം അതേപോലെ തന്നെ മാറ്റമില്ല. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എവിടെയും കൊടുക്കാം. പിന്നെ ടാർഗറ്റ്, പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ്. നമ്മൾ ഈ പ്രൊഡക്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ പ്രസൻസ് ആയിട്ടുള്ള ആളുകളോ, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഇൻട്രസ്റ്റ് ആയ ആൾക്കാരോ, അല്ലെങ്കിൽ റെഗുലർലി അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ ആഡ് കാണും. പ്രസൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് ഇപ്പൊ ആ നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ആഡ് ചെയ്യൂ. പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് കൊടുത്താൽ ചിലപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ആഡ് കാണും. ഇല്ലല്ല, ഓട്ടോമാറ്റിക്കലി പോകുന്ന. അപ്പൊ ഇവിടെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്കാർ കൊടുത്ത ഇന്ത്യയിലുള്ള ആള് പാകിസ്ഥാനിലാണ്, പക്ഷെ ആള് ഇന്ത്യക്കാരനാണ്, അപ്പോൾ അയാൾക്ക് ആഡ് കാണിക്കും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ ആള് കോഴിക്കോടാണെങ്കിൽ അയാൾക്ക് ആഡ് കാണിക്കും. പക്ഷെ പ്രസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആ ലൈവ് ലൊക്കേഷനിൽ ഉള്ളവരെ മാത്രം ആഡ് കാണിക്കും. ദെൻ അടുത്തത് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും. നമുക്ക് എന്ന് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം, എന്ന് എൻഡ് ചെയ്യണം, നോർമലി നമ്മൾ കൊടുക്കുന്നത്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ക്രിയേറ്റ് ആഡ് ഗ്രൂപ്പ്. ആഡ് ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഷോപ്പിംഗ് ആഡ് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ടെസ്റ്റ് നോക്ക്. ദെൻ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ക്യാമ്പയിൻ ക്രിയേറ്റ് ആയി. അപ്പൊ ഇത്രേ ഇവിടെ വരുന്നുള്ളൂ. ഇവിടെ പിന്നെ അടുത്തത് ആഡാണ്. ആഡിൽ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം ആഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, ക്യാമ്പയിനും ആഡ് ഗ്രൂപ്പും ക്രിയേറ്റ് ആയി. മനസ്സിലായി നിങ്ങൾക്ക്? ക്യാമ്പയിന് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി, പക്ഷെ ആഡ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഓട്ടോമാറ്റിക് ആഡ് എന്ത് ചെയ്യും, ഇവിടെ വരും. ആഡ് എന്താ വെച്ചാൽ നമ്മുടെ മർച്ചന്റ് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ആണ്, അത് ഓട്ടോമാറ്റിക്കലി ആയി. കാരണം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ, ടൈറ്റിൽ കൊടുക്കാനോ മാറ്റി കൊടുക്കാനോ പറ്റില്ല. മർച്ചന്റ് അക്കൗണ്ടിലാണ് ആ സംഭവം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ആഡ് ശരിക്കും അവിടെ കൊടുക്കുന്ന കണ്ടന്റ് ആയിരിക്കും ആഡ് ആയിട്ട് റൺ ചെയ്യുക. ഐഡിയ കിട്ടിയോ? കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് എന്ത് ഷോപ്പിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതി ചെയ്യാം. ഒന്ന് പെർഫോമൻസ് മാക്സും ഉണ്ട് കേട്ടോ. പെർഫോമൻസ് മാക്സിലായിട്ടും ചെയ്യുക. അതാവുമ്പോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാണിച്ചു തരാം. നമ്മളിവിടെ എന്ത് ചെയ്യണം, പെർഫോമൻസ് മാക്സ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും,
ചെറിയ മാറ്റം ഉണ്ടാവും. ആഡ് റൺ ചെയ്യുന്നത് മറ്റേ നമ്മൾ ഗൂഗിളിൽ നേരത്തെ കാണിച്ച ഡിസ്പ്ലേ നെറ്റ്വർക്ക് മാത്രമായിക്കൊള്ളുന്നില്ല. എല്ലാ പ്ലാറ്റ്ഫോമിലും മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാത്തിനും വരും. ഇവിടെ കൺവേർഷൻ വരുന്നത് കൺവേർഷൻ വാല്യൂ ആണ്. നേരത്തെ വന്ന് മാക്സിമൈസ് ക്ലിക്ക്, ROS, അതുപോലെ തന്നെ മാനുവൽ ബിഡിങ്. ഇവിടെ വരുന്നത് കൺവേർഷൻ വാല്യൂ ആണ്. കാരണം ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് പോയി പിന്നെ അവിടെ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, നമുക്ക് പർച്ചേസ് ചെയ്യണോ ചെയ്യേണ്ട തീരുമാനിക്കാം. കാരണം ഇപ്പൊ ഇവിടെ ഗൂഗിളിൽ കാണിക്കുന്നത് നേരിട്ട് പ്രൊഡക്റ്റിക്കാണ്. ഇവിടെ പോകുമ്പോൾ നേരിട്ട് എന്ത് ചെയ്യും, വെബ്സൈറ്റിൽ പോയി കൺവേർട്ട് ആയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവും. കൺവേർഷനും ഉണ്ട്, കൺവേർഷൻ വാല്യൂ ഉണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തു, കൺവേർഷൻ വാല്യൂ. ഞാൻ ടാർഗറ്റ് റിട്ടേണോ ആഡ് സ്പെൻഡ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് സ്പെൻഡ് സെറ്റ് ചെയ്യുക. ബിഡ് ഫോർ ന്യൂ കസ്റ്റമേഴ്സ് ഉള്ളി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കസ്റ്റമേഴ്സിനെ സെപ്പറേറ്റ് ബിഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പൊ പഴയ കസ്റ്റമേഴ്സ് ആണ് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ കയറി വന്ന ആൾക്കാരാണ്, ഓൽക്ക് ബിഡ് ചെയ്യേണ്ട. പുതിയ വരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമർക്ക് ഇത്ര രൂപ ബിഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ബിഡ് ചെയ്യുക. അതിനുള്ള ഓപ്ഷനാണത്. ദെൻ നെക്സ്റ്റ് അടിക്കുക. കൺട്രി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക, അതൊക്കെ സെയിം ആണ്. ലൊക്കേഷന്, ലാംഗ്വേജ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ അതേപോലെ ഫോൺ ആണല്ലേ വിളിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ക്യാമ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ലൊക്കേഷൻ നമ്മൾ നോർമൽ ചെയ്തു. ലാംഗ്വേജ് ഇപ്പോ ഓൾ ഇന്ത്യ അല്ലേ, അപ്പൊ നമുക്ക് ഇന്ത്യക്കാണ് കൊടുക്കുക, ഹിന്ദി, അതുപോലെ മലയാളം. നമ്മൾ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടോ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് വേണമെങ്കിൽ കൊടുക്കുക. ദെൻ അടുത്തത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് അസറ്റ്. ഇത് ടിക്കറ്റ് കൊടുത്താൽ മതി. ഇത് ടിക്കറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഡൈനാമിക് ആഡ്സ് ഉണ്ടല്ലോ, ആ സംഭവം തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടന്റ് കാര്യം ഒരു സെറ്റ് ആയിക്കോളും. അടുത്തത് ഷെഡ്യൂൾ. ഏതൊക്കെ ദിവസം ഇങ്ങനെയൊക്കെ സമയം ഷെഡ്യൂൾ ചെയ്യുക, അത് സെയിം ആണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും അത് സെയിം ആണ്. പിന്നെ വരുന്നത് ക്യാമ്പയിൻ URL, അത് ട്രാക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ അടുത്തത് നമുക്ക് ഏതെങ്കിലും ബ്രാൻഡോ കാര്യങ്ങളോ ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ക്യാമ്പയിൻ സെറ്റിംഗ്സിൽ വരുന്നത്. ഇത് നെക്സ്റ്റ് അടിക്കുക. പിന്നെ ആഡ് ഗ്രൂപ്പ്. നമുക്ക് എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കാം. ഷോപ്പിംഗ് ആഡ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ്, ആൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾ പ്രൊഡക്റ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ സിംഗിൾ പ്രൊഡക്റ്റ് കൊടുക്കുക. ഇവിടെ കാറ്റഗറി വരും. നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾ പ്രൊഡക്റ്റ് കൊടുത്ത് സേവ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും കേട്ടോ. കാരണം ഇതിൽ എന്താ വെച്ചാല് ഇന്റത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാട്ടോ. പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റും അതിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ അവിടെ കണക്ട് ചെയ്യുക. അതിന് ഹെഡ്ലൈൻ, ടൈറ്റിൽ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. നമ്മൾ സാധാരണ പെർഫോമൻസ് ആയിട്ടുണ്ടല്ലോ, അത് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ, വേറെ മാറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, സെയിം സംഭവം തന്നെയാണ്. നോർമൽ പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന അതേ സംഭവം തന്നെ. ഇവിടെ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കുക. മൾട്ടിപ്പിൾ ഇമേജ്, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ, ലോങ് ടൈറ്റിൽ കാര്യങ്ങൾ കൊടുക്കുക. ബ്രാൻഡ് നെയിം കൊടുക്കുക. പിന്നെ ബട്ടൺസ് കൊടുക്കുക. അത് ഷോപ്പ് നെയിം കൊടുക്കുക, ഏറ്റവും നല്ലത്. പ്രൊഡക്റ്റ് അല്ലേ, ഷോപ്പ് നെയിം തന്നെ കൊടുക്കുക. പിന്നെ ഇവിടെ അഡീഷണൽ വരുന്നത് അസറ്റുകൾ. നമ്മൾ 6 അസറ്റ് ഉണ്ടല്ലോ പ്രൊഡക്റ്റിന്റെ. ഇത് നമുക്ക് ഏത് വേണമെങ്കിൽ സ്നിപ്പറ്റ്, ലീഡ്, പ്രൈസ്, കാൾ ഔട്ട് എക്സ്റ്റൻഷന് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ, ഓൾറെഡി ഞാൻ കഴിഞ്ഞ പെർഫോമൻസ് മാക്സിൽ പറഞ്ഞു തരുന്നു. പിന്നെ ഇവിടെ അഡീഷണൽ ഓപ്ഷനുകൾ HTML എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗിൽ നമുക്കൊരു ടെംപ്ലേറ്റ്, ഞാൻ പറഞ്ഞില്ലേ, വെബിന്റെ ഒരു ലാൻഡിംഗ് പേജ് പോലെ ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യാന്ന്. അങ്ങനെ HTML ഒരു വെബ് പേജ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതൊരു HTML ഫയൽ ആകാരം. അതായത് നമുക്ക് ഒരു ലാൻഡിംഗ് പേജ് പോലെ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഒരു പേജ് ഡിസൈൻ, ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് 5 ഫയൽ വരെ അപ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ എന്താ വെച്ചാൽ ഫൈനൽ URL, മൊബൈലിന് സെപ്പറേറ്റ് നമുക്ക് നമ്മളെ ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വരുന്നത് കീവേഡ്സ് ആണ്. ഇവിടെ 25ഓളം കീവേഡ്സ് എന്ത് ചെയ്യുക, സെർച്ച് ടേംസ് കൊടുക്കാം നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ഓഡിയൻസ് സിഗ്നൽ. ഇവിടെ എന്ത് ചെയ്യുക, ഓഡിയൻസിനെ സെറ്റ് ചെയ്യാനുള്ള. ഓഡിയൻസിനെ നമുക്ക് ഓൾറെഡി അറിയാം. സേവ് ചെയ്ത ഓഡിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് സേവ്ഡ് ഓഡിയൻസ് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ അനലിറ്റിക്സിലൊക്കെ യൂട്യൂബിൽ ഇതിലൊക്കെ നമുക്ക് ഓൾറെഡി കണക്ട് ചെയ്ത ഓഡിയൻസ് ഉണ്ടല്ലോ, കസ്റ്റം ഓഡിയൻസ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ നോർമൽ ഓഡിയൻസ് ഉണ്ടല്ലോ, ഏത് നമ്മുടെ ഇൻട്രസ്റ്റ്, ഡീറ്റെയിൽ, ഡെമോഗ്രാഫിക്സ് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
ഇവിടെ നമുക്ക് ഓഡിയൻസിനെ സെലക്ട് ചെയ്യാം. നമ്മുടെ നെയിം, അതുപോലെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുക. ദെൻ അടുത്തത് പിന്നെ വരുന്നത് ഓഡിയൻസിന് നെയിം. നമ്മൾ ഓഡിയൻസിന് നെയിമും കൊടുക്കുക, അത് സേവ് ചെയ്യുക. ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യുക. ദെൻ അടുത്തത് ബഡ്ജറ്റ് ആണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, അത് കൊടുക്കാം. അപ്പൊ ആവറേജ് കൺവേർഷൻ അവിടെ കാണിക്കും. വീക്ക്ലി കൺവേർഷന് 25.8 കൺവേർഷന്, എമൗണ്ട് ഒരു ദിവസം 150 രൂപ 73 പൈസ. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളെ എമൗണ്ടിനനുസരിച്ച് കുറച്ച് കൊടുക്കുക, കസ്റ്റമർ എമൗണ്ട് കൊടുത്താൽ എത്ര ഇട്ട് കൊടുക്കുക. അപ്പൊ ആവറേജ് ഒരു വീക്കിലും ചെയ്യും 10-25 പ്രൊഡക്റ്റ് കസ്റ്റമർ കൺവേർഷൻ നടക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുക, ബഡ്ജറ്റ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് അടിക്കുക. അപ്പൊ റിവ്യൂല് എന്ത് ചെയ്യുക, നമ്മുടെ ക്യാമ്പയിൻസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഷോപ്പിംഗ് ആഡ് ആണ്. ഷോപ്പിംഗ് ആഡ്സിൽ 2 ടൈപ്പ് ആഡ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ആഡ്, ഒന്ന് പെർഫോമൻസ് മാക്സ്. പെർഫോമൻസ് മാക്സ് നമ്മൾ നിലവിൽ ചെയ്ത പെർഫോമൻസ് മാക്സ് സെയിം സംഭവം തന്നെയാണ്. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ആഡിൽ നമുക്ക് ആഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമ്പയിൻ സെറ്റിങ്ങും ആഡ് ഗ്രൂപ്പും സെറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് നമ്മൾ പ്രൊഡക്റ്റ് മർച്ചന്റ് സെന്ററിൽ ആഡ് ചെയ്ത അതേ ആഡ് ഇവിടെ എന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ മർച്ചന്റ് സെന്റർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും വെബ്സൈറ്റ് വെച്ചിട്ട് മർച്ചന്റ് സെന്റർ വെരിഫൈ ചെയ്ത് സെറ്റ് ചെയ്യുക. അതിന്റെ ബിസിനസ് അഡ്രസ്സ്, പ്രൊഡക്റ്റ് സ്റ്റോർ കണക്ട് ചെയ്യുക, ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ മൈ ബിസിനസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് നമ്മുടെ പ്രൊഡക്റ്റ് ഇതുപോലെ കാണിച്ചു തരും. ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലും കാര്യം വെച്ച് കണക്ട് ചെയ്ത് അതിന്റെ ഷോപ്പിംഗ് പോളിസി, റിട്ടേൺസും കാര്യങ്ങളും ഡെലിവറി ടൈപ്പും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡേർഡ് ആഡ്സോ പെർഫോമൻസ് ആഡ്സോ കൊടുത്തു കഴിഞ്ഞാൽ മർച്ചന്റ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യും. അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അങ്ങനെ ചെയ്യുന്ന ക്യാമ്പയിൻസ് ആണ് ഈ കാണുന്ന ക്യാമ്പയിൻസ്. കണ്ടോ, സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇത് ഇവർക്ക് ചിലപ്പോൾ ആമസോണിലേക്കാരം പ്രൊഡക്റ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കാരം. പക്ഷെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യുക, സെയിലൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളല്ലേ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക.